ഹലോ, അപ്പോൾ നമുക്കൊരു ഈവനിങ് വ്ലോഗ് കണ്ടല്ലോ. കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. ഇത് ഞങ്ങളെ വീട്ടിലെ ചാമ്പിയാണ് കേട്ടോ. ഇത് ആദ്യമായിട്ട് കായ്ച്ചതാണ്. കണ്ടില്ലേ, പൂവൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്ന കാരണം പൂവൊക്കെ കൊഴിഞ്ഞ് പോവുകയാണ്, അങ്ങോട്ട് കായാവുന്നില്ല. ഇതിൻ്റെ അപ്പുറത്തേക്ക് നീ പേര കണ്ടോ, ഇത് ദേവു വെച്ചതാണ്. ദേവുവിനേക്കാളും വലുതായി പോയിരിക്കുന്ന പേര. ഇപ്പം ഞാനും എൻ്റെ കുട്ടിപ്പട്ടാളും കൂടെ കൂടിയിട്ട് വൈകിട്ട് തറവാട്ടിക്ക് പോകാനുള്ള പരിപാടിയിലാണ്. വൈകുന്നേരം ആയോ ഒന്ന് തറവാട്ടിക്ക് പോകണം. അമ്മ ഉള്ളപ്പോൾ ഞാൻ എന്നും പോയിരുന്നു. ഇപ്പം അമ്മ ഇല്ലാത്ത കാരണം പോക്കൊക്കെ കുറഞ്ഞിരിക്കുന്നു. ഈ കാണുന്ന എൻ്റെ പാപ്പൻ്റെ വീടാട്ടോ. പാപ്പൻ്റെ ഞങ്ങളുടെ വീട് ഒരു പറമ്പിൽ തന്നെയാണ്. അപ്പം നമ്മൾ തറവാട്ടിക്ക് പോവാണ്. തറവാട്ടിക്ക് പോകണ വഴിക്കാട്ടോ നക്ഷുവിൻ്റെ ഈ പശുമ്പ. നക്ഷുവിന് ഇവരെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മമ്മയുടെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരും പശുമ്പേനെ കാണാൻ വേണ്ടിയിട്ട്. ഞാനത് എന്താ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു തരണം ഉമ്പാന്ന് കേട്ടോ. നമ്മുടെ കുട്ടികളൊക്കെ ഒച്ചുണ്ടാക്കുന്ന കാരണമാണ് ഞാൻ സൗണ്ട് ഇടാഞ്ഞത്. അങ്ങനെ നമ്മൾ തറവാട്ടിലെത്തിയപ്പോൾ അത് അച്ചമ്മയും അക്കായും എന്നത്തെ പോലെ ഉമ്മാർ തന്നെ ഇരിക്കുന്നുണ്ട്. അതാ അച്ചമ്മേനെ അക്കാര്യം നന്നായിട്ട് സൺകിസ് അടിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അതാ പാപ്പന് ഇതാ പുറത്ത് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നത്. പാപ്പൻ മാത്രമല്ല കേട്ടോ, പാപ്പൻ്റെ ഒപ്പം പാപ്പനെ ചുറ്റിപ്പറ്റി കുഞ്ഞു നിൽക്കുന്നുണ്ട് കൂടെ പോകാൻ വേണ്ടി. അകത്തേക്ക് നോക്കിയപ്പോൾ മേമ എന്തോ ഫോണിൽ നല്ല പരിപാടിയില്ല. ഒരാൾ ഇതവിടെ ഭയങ്കര റെഡി ആവുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ഞങ്ങളവിടെ വർത്താനം പറഞ്ഞിരിപ്പത്തിനും പോയ ആൾക്കാരൊക്കെ വന്നിട്ടോ. വരുമ്പോൾ എന്തൊക്കെയോ പൊതിയുണ്ട്. പൊതി കണ്ടാൽ അറിയാം അത് ഞങ്ങൾക്കുള്ളതാണെന്ന്. മക്കൾക്കുള്ള ഷട്ടിൽ ബാറ്റും ഉണ്ടായിരുന്നു. ഈ സമയത്ത് തറവാട്ടി വന്നു കഴിഞ്ഞാൽ പാടത്തേക്കൊന്ന് പോകണം, അതൊരു ശീലമാണ്. പ്രത്യേകിച്ച് ഈ ടൈമിൽ ഇപ്പോൾ കൊയ്ത്തിൻ്റെയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പാടം വച്ചിക്കെടുക്കുകയാണല്ലോ. അപ്പോൾ ഇവിടെ പോകാൻ നല്ല രസമാണ്. അവിടെ എത്തിയപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും അവിടെ ഉണ്ട്. നക്ഷുവിനെ കണ്ടപ്പോൾ എല്ലാവരും ഓടി വരുന്നുണ്ട്. അവർ ഫുട്ബോളും ക്രിക്കറ്റും അങ്ങനെയായിട്ട് ഒരുപാട് കളിയിലാണ്. പിള്ളേർക്ക് കൊടുത്ത ഷട്ടിൽ ബാറ്റ് കണ്ടപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയായി. പക്ഷെ അവരതവിടെ കളിക്കാൻ നോക്കിയപ്പോൾ കാറ്റ് കാരണം അവർക്ക് കളിക്കാൻ പറ്റില്ല. നക്ഷുമോനെ കണ്ടോ നിങ്ങൾ? പാപ്പനും മേമയും പുറത്ത് പോയിട്ട് വരുമ്പോൾ കൊടുന്ന എള്ളുമിഠായി തിന്നുക. നക്ഷമോ മാത്രമല്ല കേട്ടോ, നമ്മുടെ അക്കായും ഉണ്ട്. അക്കായുടെ അടുത്ത് നിന്നിട്ട് എന്താ ഞാൻ കയ്യിലെന്ന് ചോദിച്ചപ്പോൾ പാപ്പു എന്ന് പറയുന്നുണ്ട് എന്നോട്. ഞാൻ ചോദിച്ചപ്പോൾ എനിക്കൊന്നും തന്നില്ല കേട്ടോ. അല്ലെങ്കിൽ മിഠായി ഒന്നും മക്കളാർക്കും ഷെയർ ചെയ്യില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്നായി കഥ പറച്ചിൽ. അതിൻ്റെ ഇടയിൽ കുറച്ച് പേരവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്, കുറച്ച് പേരവിടെ ഷട്ടിൽ കളിക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര യുദ്ധത്തിലാണ്. കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഉണ്ടോ ഇവിടെ ഭയങ്കര അഭ്യാസങ്ങൾ. ചേച്ചിയെ ഇതെടുത്ത് യൂട്യൂബിലിട്ടോ, ചേച്ചി വൈറലാവും എന്നൊക്കെയാണ് പിള്ളേർ പറയുന്നത്. അവരത് വീഡിയോ എടുക്കാൻ പറയുമ്പോൾ ഞാൻ എങ്ങനെ വീഡിയോ എടുക്കാതിരിക്കുക. അങ്ങനെ വീഡിയോ എടുത്ത് കണ്ടില്ലേ, തല കുത്തി മറിച്ചിലൊക്കെയാണ്. ഇതിലുള്ള ക്യാപ്ഷൻ എനിക്ക് അവർ പറഞ്ഞതിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനത് മറന്നുപോയി. അപ്പോഴേക്കും ഇത് നേരെ ഇരുട്ടി തുടങ്ങി കേട്ടോ. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ വൈകുന്നേരം ആവുന്നത് അറിയേയില്ല. വീട്ടിലേക്ക് കയറിപ്പോയാലാണ് ഇരുട്ടായതൊക്കെ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഈ പാടത്തിൻ്റെ വീഡിയോ എത്ര എടുത്താലും എനിക്ക് മതിയാവില്ല. അവർ പറഞ്ഞത് ക്യാപ്ഷൻ കുട്ടിപ്പട്ടാളങ്ങൾ തുള്ളിക്കളിക്കുന്നു അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ കുഞ്ഞുവിൻ്റെ ഭയങ്കര ഡാൻസ്. അവരും അവരെ പോലെ തുള്ളാൻ നോക്കുക, അവനെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. ഇവരെ വിളിച്ചപ്പോൾ ഇവർ വരുന്നില്ല. അങ്ങനെ വീട്ടിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ മക്കൾ ഷട്ടിൽ കളിക്കുന്നത് കാണുന്നു. അപ്പോൾ ഞാനും കൂടി ഒന്ന് കളിക്കാൻ താടാന്ന് പറഞ്ഞിട്ട്. പക്ഷേ ബാറ്റിനും ഇതിനെന്തോ മിസ്റ്റേക്ക് ഉള്ളതാണ്, ഞങ്ങൾക്ക് ശരിക്കും കളിക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ കളിയൊക്കെ നിർത്തിയിട്ട് നേരത്തെ അവർ കൊടുക്കുന്ന പൊതിയിലുണ്ടായിരുന്ന പപ്സും കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ ഈവനിങ്.